ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നിലവിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് HSCAPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതോടൊപ്പം തന്നെ ജില്ലയും കറക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കൊടുത്ത ഓപ്ഷൻസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗുഡ് അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി പലപ്പോഴും രണ്ട് കാര്യം, നിലവിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം, അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. അപ്പോൾ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിലവിൽ ഇന്ന് ജൂൺ 2-ാം തീയതി, ഇന്ന് ആരും സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി ഈ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ ഡയറക്റ്റ് വിദ്യാർത്ഥികൾക്ക് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. നിങ്ങൾ ജസ്റ്റ് വിദ്യാർത്ഥി മാത്രം പോയാൽ പോരാ, വിദ്യാർത്ഥിയും അതേപോലെ രക്ഷിതാവും ഈ പറയുന്ന എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കൂടാതെ ആമുഖമായിട്ട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പല വിദ്യാർത്ഥികളും അഡ്മിഷൻ ലഭിച്ച ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചത് ഒരു താല്പര്യവുമില്ലാത്ത സ്കൂളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വിദ്യാർത്ഥികൾ സ്വാഭാവികമായി ഇത് എനിക്ക് താല്പര്യമില്ലാത്ത സ്കൂളാണ്, അതുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതിൽ കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാമെന്നുള്ള ധാരണയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ 20-ാമത്തെ അല്ലെങ്കിൽ 30-ാമത്തെ ഓപ്ഷനാണെങ്കിലും ലഭിച്ചത് എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ 2 ഓപ്ഷനാണുള്ളത്, ഒന്ന് പെർമനൻറ്റ് അഡ്മിഷൻ, 2 അതേപോലെ ടെമ്പററി അഡ്മിഷൻ. സ്വാഭാവികമായിട്ടും 1-ാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയ വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഈ പറയുന്ന സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. എന്നാൽ ഈ പറയുന്ന 4, 5, 20, 30 ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും സ്കൂളിൽ പോകണം, എന്നിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. ഇനി അതോടൊപ്പം തന്നെ അഡ്മിഷൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുവാനും അതേപോലെ പുറത്തുനിന്ന് പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. 2 പേപ്പറിലായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട്, അത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് പുറമേയുള്ള അക്ഷയ പോലുള്ള സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നിന്ന് അതിൻ്റെ ലെറ്റർ നിങ്ങൾക്ക് എടുത്ത് തരും. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് പ്രിൻ്റ് എടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രിൻ്ററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും സ്കൂളിൽ നല്ല തിരക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിൽ നിങ്ങൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പറയുന്നൊരു ലെറ്റർ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1-ാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് ഏതൊക്കെ രേഖകളാണ് നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്ത ഓരോ രേഖയും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഈ പറയുന്ന അലോട്ട്മെൻറ്റ് ലെറ്ററിൽ 1-ാമത്തെ പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ, അതായത് നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ഏത് ഭാഷയാണ് പഠിക്കുന്നത്, ഉദാഹരണത്തിന് ഹിന്ദിയാണോ അറബിക്കാണോ അല്ലെങ്കിൽ മറ്റു മലയാളമാണോ ഏത് രീതിയിലാണോ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ട് വിദ്യാർത്ഥിയും രക്ഷിതാവും സൈൻ ചെയ്തിട്ട് അത് നിങ്ങൾ സ്കൂളിൽ കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ സമയം ഞാൻ പറഞ്ഞു 3 മുതൽ 3, 4, 5 തീയതികളുണ്ട്. അതേപോലെ രാവിലെ 10 to 5 മണി വരെ ഉണ്ട്. അപ്പോൾ അതിൽ ലെറ്ററിൽ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റ്, SLCയുടെ കോപ്പി, അതേപോലെ തന്നെ ഏതെങ്കിലും അതായത് നിങ്ങൾ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ബോണസ് മാർക്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ആ സർട്ടിഫിക്കറ്റും എല്ലാം ഒറിജിനൽ നിങ്ങൾ ഹാജരാക്കിയിരിക്കണം. അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. കൂടാതെ ഈ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഫീസ്, അതായത് 1-ാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അവർ ഈ പറയുന്ന ഫീസും അതിൽ പറഞ്ഞ ഫീസ് മാത്രം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങൾ പറഞ്ഞ ഫീസ് എത്രയാണ് ആ ഫീസ് മാത്രം നിങ്ങൾ സ്കൂളിൽ കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ഫീസ് അഥവാ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പറയുന്ന ഫീസ് മാത്രം നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറഞ്ഞ ഒറിജിനൽ രേഖകൾ മാത്രം സ്കൂളിൽ കൊടുത്താൽ മതി. നിങ്ങൾ സ്കൂളിൽ പറയാൻ ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇനി അഥവാ ഒരു വിദ്യാർത്ഥി 3-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ വിദ്യാർത്ഥി കിട്ടിയ 3-ാമത് ഓപ്ഷൻ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന 3-ാമത് കിട്ടിയ സ്കൂളിൽ പോയിട്ട് എനിക്ക് ഈ ഓപ്ഷൻ തന്നെ പെർമനൻ്റ് ആക്കണം, ബാക്കിയുള്ള 1, 2, 3 ഓപ്ഷൻ ക്യാൻസൽ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്.
എന്നാൽ മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥി ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥിക്ക് രണ്ടാമത്തെയോ ഒന്നാമത്തെയോ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു ഓപ്ഷനിലോട്ട് നിങ്ങൾ മാറുകയും ചെയ്യേണ്ടത്. ഈ കാര്യം പ്രത്യേകം വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നേരിട്ട് നിങ്ങൾ സ്കൂളിലോട്ട് പോവുക. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിക്ക് ഈ സമയത്ത് 10ാമത് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥിക്ക് അതിലെന്തെങ്കിലും ഓപ്ഷൻസ് മാറ്റണമെങ്കിൽ അതിലുള്ള 10ാമത്തെ ഓപ്ഷൻ ഇപ്പോൾ കിട്ടിയ വിദ്യാർത്ഥിക്ക് 6, 7, 8, 9 ഓപ്ഷൻസ് വേണ്ട, ഈ സ്കൂൾ കിട്ടിയാൽ പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ സ്വന്തമായിട്ട് തന്നെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അല്ലാത്ത വിദ്യാർത്ഥി അഡ്മിഷന് വേണ്ടി സ്കൂളിൽ പോകുമ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഓപ്ഷൻസ് മാറ്റേണ്ടത് അത് അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റി തരികയും ചെയ്യുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഗ്രഹിച്ച സ്കൂൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ടെമ്പററി ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. തീർച്ചയായിട്ടും രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് 10ാം തീയതി വരും. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മുകളിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷനോടുകൂടി പല വിദ്യാർത്ഥികളും ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ഈ പറയുന്ന സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കും. അപ്പോൾ ഒരുപാട് സ്കൂളിൽ ഒരുപാട് സീറ്റുകൾ വേക്കൻസി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ 10ാം തീയതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച ഓപ്ഷൻസ് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത് അലോട്ട്മെൻറ്റ് 15ാം തീയതി പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇനി അടുത്തത് 10ാം തീയതിയുണ്ട്, അതേപോലെ 15ാം തീയതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അലോട്ട്മെൻറ്റുകളൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ 1, 2, 3 തീയതികളിൽ 1, 2, 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഈ കാര്യം മാത്രം ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നിലവിൽ 1, 2, 3 ഓപ്ഷൻ കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സംബന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിട. ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.